ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള തോന്നൽ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതിൽ ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് മൈക്രോവേവിൽ വെച്ചിട്ട് വെറും 5 മിനിറ്റിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മൈക്രോവേവ് ഇല്ലെങ്കിലും ഓവൻ ഇല്ലെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. വെറും 2 മുട്ട വെച്ചിട്ട് ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിലിക്കണിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നല്ല ഒരു കറക്റ്റ് ഒരു വളവ് വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മോൾഡാണ്. അപ്പോൾ ഈ ഒരു കേക്ക് കണ്ടപ്പോൾ ഇതിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് ഈ ഒരു കേക്കിലേക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു മോൾഡിന് കറക്റ്റ് ആ ഒരു വര നന്നായിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഓയിൽ കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാലും മതി. ഇപ്പോൾ തന്നെ ഇതൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കണം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കൊക്കോ പൗഡർ ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നീടാണ് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല കളർ കിട്ടും കേക്കിന്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ചോക്ലേറ്റൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഈ ഒരു ചൂട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ ചോക്ലേറ്റും നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള 2 മുട്ടയാണ്. ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 3 മുട്ട എടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കിനി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ മുട്ടയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരണം. ഇപ്പം മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടറും സൺഫ്ലവർ ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കേക്കിലേക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബട്ടർ മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കിനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും നല്ലതാണ്. ഇനി ഈ മൈദ ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ടകളില്ലാതെ ഒന്ന് ഈ വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഫ്ലോറ് ഒരു 1/4 ഭാഗം ചേർത്തിട്ട് ഈ കൊക്കോ പൗഡറും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെള്ളം ചേർത്ത് കൊടുക്കണം. കൊക്കോ പൗഡറും ചോക്ലേറ്റും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഒരു കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റും ആ കൊക്കോ പൗഡറോടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന മോൾഡ് ചെറിയ മോൾഡാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയാക്കിയിട്ട് അളവുകളെല്ലാം എടുത്താൽ മതി. ഞാനിപ്പോൾ വലിയ മോൾഡ് ആയതുകൊണ്ടാണ് 2 കപ്പ് മൈദയും അതിലുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എയർ ബബിൾസ് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനി മൈക്രോവേവിലേക്ക് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓവൻ ഇല്ലാതെയും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ OTGയിലാണെങ്കിൽ അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. മൈക്രോവേവ് ഇല്ലാത്തവർ ഒരു 35 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവൻ ഇല്ലാതെ ആണെങ്കിൽ 35-40 മിനിറ്റ് മതിയാവും. മൈക്രോവേവിലാകുമ്പോൾ ഒരു 5-6 മിനിറ്റിനുള്ളിൽ ബേക്കായി കിട്ടും. പിന്നെ ഓരോ മൈക്രോവേവിനും ഓരോ വാട്ട്സ് അനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഞാനിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഓവൻ ഇല്ലാതെ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ അലുമിനിയം പാത്രത്തിൽ ഒഴിച്ചിട്ട് സാധാ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു റെസിപ്പിയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇത് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ സിലിക്കണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് തണുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കേക്കിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഒലിച്ചു പോവും. എന്നിട്ട് കുറച്ച് സ്ട്രോബെറി വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് സ്ട്രോബെറിയോ അല്ലെങ്കിൽ ചെറിയ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. വെറും 5 മിനിറ്റിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്